ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രീൻ പീസ് ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും കുതിർത്ത് വെച്ചാൽ ഒരു 5 വിസിലോളം അടിച്ചിട്ടാണ് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാറുള്ളത്. ആയതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്തുടയണം. അതുകൊണ്ട് ഒരു 6 വിസിൽ വെക്കുന്നുണ്ട്. അത് ഇപ്പം നിങ്ങളെ കുക്കറിനനുസരിച്ചിട്ട് വേവിൽ മാറ്റം ഉണ്ടാവും. കുക്കർ വിസിൽ വന്നിട്ട് പ്രഷർ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കനം കുറഞ്ഞിട്ട് സ്ലൈസ് ചെയ്തതാണിത്. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. സവാള കുറച്ച് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഈ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പൊടികളെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ച് ജ്യൂസാക്കി എടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം മിൻസ്ഡ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തതും എടുക്കാം. പിന്നെ ബീഫും വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. ഇതിന് അധികം വേവുന്നില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. നമ്മളിട്ട ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വേവിച്ച് വെച്ചതാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്ത പാട് ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചപ്പാത്തിക്കൊക്കെ സൈഡായിട്ടാണ് ഇത് കഴിക്കുക. അതുകൊണ്ട് എനിക്ക് ഗ്രേവിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ആ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം മാറ്റി വെക്കണം. ഒന്ന് നല്ല പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മസാല ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട. ഇപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ പീസിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ സ്റ്റേജിലെ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്